ഇത് മാങ്ങ പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കാനാണ് ഈ മാങ്ങ അരിയുന്നത്. ഇതിൽ ഏകദേശം എത്ര മാങ്ങ ഉണ്ടെന്ന് അറിയാം? ഒരു വലിയ മാങ്ങയും ഒരു കുഞ്ഞു മാങ്ങയും കേട്ടോ. 2 മാങ്ങ ഉണ്ട്. ഇനി ഇതിൽ നമുക്ക് ഇത് കളയട്ടെ. ഇനി നമ്മൾ ഇതിൽ ഇഞ്ചി ചേർക്കണം, പച്ചമുളക് ചേർക്കണം, കാന്താരി മുളക് ചേർക്കണം, പിന്നെ പുതിന ചേർക്കണം. എന്നിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്നു, മാങ്ങ ജ്യൂസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഓക്കെ, പച്ചമാങ്ങ ജ്യൂസ്. പുതിനേൻ്റെ ഇല നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിനേൻ്റെ ഇല എത്ര ഇല വേണ്ടി വരും? നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറി ഫുള്ള് നമ്മുടെ വീട്ടിലുണ്ടാക്കണം തന്നെയാണ് കേട്ടോ. പച്ചക്കറി നമ്മുടെ വീട്ടിൽ പിന്നെ ഇതാ അവിടെ ഉണ്ട്. ഞാൻ വേറെ സാധനം കാണിച്ചു തരാം. ഇതെന്താ പറയുക, വഴുതനങ്ങ, കത്തിരിക്ക, വഴുതനങ്ങ, ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുന്നത്. വഴുതനങ്ങ ഉണ്ട്, പിന്നെ ഇതാ മുളക്, ഈ മുളക് കാന്താരി മുളക്, പിന്നെ എന്താ കൈപ്പക്ക, ഫുള്ള് നമ്മുടെ വീട്ടിൽ നിന്ന്. ഒരു സാധനം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങൂല. പച്ചക്കറിയൊക്കെ ഫുള്ള് വീട്ടിൽ നിന്നാണ്. പുതിനേൻ്റെ ഇല ഇത് മതിയാ? വലിക്കാൻ പോണത് കാന്താരി മുളക്. അച്ചുട്ടിയാ പാമ്പുണ്ടാണ് കേട്ടോ അവിടെ. കാന്താരി മുളക്, പച്ച കാന്താരി വിളിക്കണ്ടേ? പച്ചല്ലേ വിളിക്കണ്ടേ? കാന്താരി പച്ച എത്ര വിളിക്കണം? ഇതിൽ 5 ഉണ്ട്. ഇനി ഒന്ന് വേണോ? ഒന്നുകൂടി വലിക്കുന്നുണ്ട്, ഒന്ന് വേണ്ടാന്ന്. ഇവിടെ ഉണ്ട്, ഇവിടെ നമ്മുടെ മതി. ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് അടിക്കാൻ ഇഞ്ചിൻ്റെ ഇത് വേണം. ഇഞ്ചി ഉണ്ട്. ഇഞ്ചി ചെറുതായിട്ട് മുറിക്കാം അല്ലേ? ചെറുതായിട്ട് മുറിച്ച ഇഞ്ചി. ഓക്കെ, ഞാൻ ബാക്കി മിക്സിയിലിട്ട് അടിഞ്ഞോളൂ. പിന്നെ പുതിന എത്ര വേണം? പുതിനയില. പിന്നെ കാന്താരി നമ്മൾ കുറച്ച് അധികം വലിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇതിലൊരു കാന്താരി മുളക് 4 മതി അല്ലേ? ബാക്കി കാന്താരി മുളക് മാറ്റി വയ്ക്കാം. വലിയ കാന്താരി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്ര സാധനങ്ങളുണ്ട്: മാങ്ങ, കാന്താരി മുളക്, പുതിനയില, പിന്നെ ഇഞ്ചി. ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്നു. ആദ്യം മാങ്ങ ഫുള്ളിടുക. മാങ്ങ ഇട്ടിട്ട് നമ്മുടെ പുതിനേൻ്റെ ഇല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇഞ്ചി, പിന്നെ നമ്മുടെ കാന്താരി മുളക് 4 ഇടണുള്ളൂ കേട്ടോ. ഇല്ല, ഇതല്ല 5 എല്ലായിട്ടുണ്ട്. ആവശ്യത്തിന് പഞ്ചസാര ഒരു 3 സ്പൂൺ ഉണ്ട്. 3 സ്പൂണ്. ഓക്കെ. പിന്നെ ഉപ്പ് എത്ര സ്പൂണോ? 1 സ്പൂണോ? ഓക്കെ. ഇനി വെള്ളം ഒഴിക്കുക അല്ലേ? 1 കപ്പ് വെള്ളം എടുക്കുക. വെള്ളം ഒഴിക്കുമ്പോഴേ നമ്മുടെ മാങ്ങ, ഇഞ്ചി അതൊക്കെ ഇല്ലേ, അതൊക്കെ മുങ്ങണ വരെ ഒന്ന് വെള്ളം ഒഴിക്കുക കേട്ടോ. ഓക്കെ. എന്നിട്ട് ഇത് വേവിച്ച ബീട്രൂട്ടും വേവിച്ച ഉരുളക്കിഴങ്ങും അത് നമ്മൾ ഫുള്ള് ഇങ്ങനെ ഉടയ്ക്കുക. ഇത് നമ്മൾ ഉണ്ടാക്കുന്നതേ കട്ട്ലേറ്റിന് വേണ്ടിയിട്ടാണ്, ചിക്കൻ കട്ട്ലേറ്റ്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ ബീട്രൂട്ട് വേവിച്ചത്, ഉരുളക്കിഴങ്ങ് വേവിച്ചത്, ചിക്കൻ വേവിച്ചത് നമ്മൾ അവിടെ ഉണ്ട്, സ്റ്റൗവിലുണ്ട്. പിന്നെ ഈ വെളുത്തുള്ളി, ഇനി ഐറ്റംസ് ഇനി ഉണ്ട് കേട്ടോ. അതെ, വെല്ലുള്ളി. ചെറുതായിട്ട് പേര് മാറിയതുള്ളൂ. വെല്ലുള്ളി ആദ്യം നമ്മളിത് ഫുള്ള് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തിട്ട് സെറ്റാക്കി വെക്കണം. ഇത് കട്ട്ലേറ്റിനുള്ള ചിക്കനാണ്, നമ്മൾ വേവിച്ച ചിക്കനാണിത്. നമ്മുടെ കറണ്ട് പോയതുകൊണ്ട് നമ്മൾ മാനുവലായിട്ട് കൈ കൊണ്ട് പിച്ചിട്ടെടുക്കുകയാണ്. അപ്പോൾ കറണ്ട് ഏകദേശം 6 മണിയാകുമ്പോൾ വരുമ്പോൾ, അപ്പോഴേക്കും നമ്മൾ നോമ്പ് തുറ സമയമാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കൈ കൊണ്ട് ഇങ്ങനെ പിച്ചിട്ട് കുനുകുനാന്നാക്കി ചെറിയ ഇതാക്കുക. ഈ ചിക്കൻ വേവിച്ചത് ഫുള്ള് ഇങ്ങനെ ആക്കുക. അപ്പോൾ നമുക്ക് വേഗം സെറ്റാക്കിയിട്ട് ഇപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കട്ട്ലേറ്റിന് നമ്മൾ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോകണേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ചട്ടി വെച്ചിട്ട്
ഏകദേശം ചൂടായി കഴിഞ്ഞാൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ കുറച്ചധികം ഒഴിച്ച് ഓക്കെ. ഇനി ഓയിലൊന്ന് ചൂടാവണം കേട്ടോ. ഓയിൽ ചൂടാവണ്ടേ? അത് കഴിഞ്ഞിട്ട് ഉള്ളി ഇടുക. ശരിയാ, ഉള്ളി ഇട്ടേ. എണ്ണ ചൂടായിട്ട് ഉള്ളി ഇടുക അല്ലേ? എണ്ണ ചൂടായെന്ന് അറിയാം, തൊട്ട് നോക്കണം. ഒരു ഉള്ളി ഇട്ട് വെക്കാം. ഉണ്ടാ ചൂടായില്ലേ? അപ്പോൾ ആദ്യം ഇതിൽ പച്ചമുളക് ഉണ്ട്, അതെണ്ണ. ഉള്ളി ഇട്ടു, പിന്നെ പച്ചമുളക് നമ്മൾ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ആ പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. നമ്മുടെ വെല്ലുള്ളിൻ്റെ കളർ ഒരു ബ്രൗൺ കളർ ആവണ വരെ ഇത് ഫുള്ള് വഴറ്റുക. നമ്മുടെ ഉള്ളി ഏകദേശം വഴറ്റിയിട്ട് അതിൻ്റെ കളർ മാറിയിട്ടുണ്ട്, ഒരു ചെറിയ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത് നമ്മൾ ബീട്രൂട്ടും നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ച് നമ്മൾ ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഫുള്ളായിട്ടൊന്ന് കൊട്ടി കൊടുക്കുക. ഫുള്ളായിട്ടൊന്ന് കൊട്ടി കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഉള്ളിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും നമ്മൾ വേവിച്ചില്ലേ, അതും പിന്നെ ഉള്ളിയൊക്കെ മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ അടുത്ത ചെയ്യേണ്ടത് നമ്മുടെ വേവിച്ച് വെച്ച ചിക്കനല്ലേ, അത് ഫുള്ളായിട്ടൊന്ന് കൊട്ടി കൊടുക്കുക. ഫുള്ളായിട്ട് കൊട്ടി കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക, മിക്സ് ആക്കുക. നന്നായി ഫുള്ളായിട്ട് മിക്സ് ആക്കുക. ഫുള്ളായിട്ട് മിക്സ് ആക്കി എടുക്കണം കേട്ടോ, ഫുള്ള് മിക്സ് ആവണം. ഇനി അതിൽ നമുക്ക് കുറച്ച് പൊടികളാണ്, മസാലപ്പൊടി. അതിൽ മഞ്ഞൾപ്പൊടി ഇടുക, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചിക്കൻ മസാലപ്പൊടി, പിന്നെ ഗരം മസാല, മല്ലിപ്പൊടി ഫുള്ളായിട്ട് ഇടുക. എന്നിട്ട് അത് ഫുള്ളായിട്ട് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഈ മസാലപ്പൊടികൾ ഫുള്ളായി മിക്സ് ആക്കി കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ഫുള്ള് സെറ്റാവും. ഓക്കെ. ഇനി നമ്മൾ ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂണ് ഉപ്പിടുക. ഈ ഉപ്പ് ഫുള്ളിട്ടേ, ഉപ്പ് ഫുള്ളിടുക. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് അതേപോലെ പിന്നെയും മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം സംഭവം ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, അതിന് മുകളിൽ മല്ലിയില ഇങ്ങനെ ഒന്ന് കുറച്ചിങ്ങനെ കൊടുക്കുക. ഓക്കെ. ഇനി ഇത് മിക്സ് ചെയ്യാം അല്ലേ? ഓക്കെ.
മതിയില്ലേ? എന്നിട്ട് നമ്മൾ കട്ട്ലേറ്റിൻ്റെ സാധനങ്ങളൊക്കെ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, കട്ട്ലേറ്റിൻ്റെ ആകൃതിയിൽ ഈ സാധനം ഷേപ്പ് ചെയ്തെടുക്കണം. ഷേപ്പ് ചെയ്തെടുത്ത ശേഷമാണ് നമ്മളിത് മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്തിട്ട് എണ്ണയിലിടുക അല്ലേ? ആണല്ലേ? അതിപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കട്ട്ലേറ്റിൻ്റെ ആകൃതിയിൽ ആക്കി സെറ്റ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയാണ് ഈ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്തിട്ട് എണ്ണയിലിടണം കേട്ടോ. ഇനി നമ്മുടെ കട്ട്ലേറ്റ് നമ്മൾ ആദ്യം ചെയ്യുക, നമ്മൾ മുട്ട വെച്ചില്ലേ അതിൽ മുക്കുക. അതേപോലെ ഈ ബ്രെഡിൻ്റെ പൊടിയിലും ഫുള്ള് മുക്കിയെടുക്കുക. പോരെ? മുക്കിയെടുത്തിട്ട് എല്ലാം നമ്മുടെ ചൂടാക്കിയ ഓയിലിടുക. ഒന്നുകൂടി ആക്കാം അല്ലേ? കട്ടിലെടുക്കുക, മുട്ടയിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. അതേപോലെ ബ്രെഡിൻ്റെ പൊടിയിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. നമ്മൾ ഫസ്റ്റ് ഇട്ടത് ജസ്റ്റ് ഒന്ന് മറിച്ചിടുക. പോരെ? അത് ഓക്കെ.